ഇയാൾ കടലിൽ മുങ്ങി തിരയിൽപ്പെട്ട് ഒരു ദ്വീപിൽ വന്നടിയുന്നു. നോക്കുമ്പോൾ ആ ദ്വീപിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണുള്ളത്. ആ നാട്ടിലെ രാജകുമാരിക്ക് അയാളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമാവുന്നു. പക്ഷേ ജോണിന് താൻ ആരാണെന്ന കാര്യം പോലും ഓർമ്മയില്ല. അതുമാത്രമല്ല, രാജകുമാരി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ജോണിന് വീണ്ടും ബോധം പറയുന്നു. അയാളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നവർ അയാൾ കണ്ണു തുറന്നതും രാജാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. രാജാവ് അയാളെ ദ്വീപിൽ താമസിക്കാൻ പറയുന്നു. രാജകുമാരി ദിവസം മുഴുവനും ജോണിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അതുമാത്രമല്ല, ജോണിനോട് അടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ജോണിന് താൻ ആരാണെന്ന കാര്യം ഓർമ്മ വരുന്നു. ആക്ച്വലി ജോണും ഒരു നാട്ടിലെ രാജാവാണ്. മാത്രമല്ല, അയാൾക്കൊരു ഫാമിലിയും ഉണ്ട്. അതുകൊണ്ട് അയാൾ ആരും അറിയാതെ അതുവഴി വന്ന ഒരു കപ്പലിൽ കയറി ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടുന്നു. പക്ഷെ അവരുടെ കപ്പൽ വലിയ തിരകളിൽ പെടുന്നു. അതിനുശേഷം അവർ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അടുത്തുള്ള ഒരു വലിയ ദ്വീപിലെത്തുന്നു. പക്ഷെ അവർ ദ്വീപിൽ കയറിയതും മനുഷ്യരെക്കാൾ പലമടങ്ങ് വലിപ്പമുള്ള കാലടയാളം കാണുന്നു. അത് കണ്ട് എല്ലാവരും ഷോക്കാവുന്നു. എന്നാലും അവരത് ഇഗ്നോർ ചെയ്ത് കഴിക്കാനായി എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നു. ഭാഗ്യത്തിന് കുറച്ചു സമയത്തിൽ തന്നെ അവർക്ക് ആ ദ്വീപിൽ നിന്ന് നിറയെ മുന്തിരി കിട്ടുന്നു. അതിനുശേഷം അവർ അവിടെ ഒരു ഗുഹ കണ്ടുപിടിക്കുന്നു. നോക്കുമ്പോൾ ആരോ ആ ഗുഹയ്ക്കകത്ത് നിറയെ ആടുകളെ അടച്ചിട്ടിരിക്കുന്നു. അത് കണ്ട് ഹാപ്പി ആയവർ വേഗം തന്നെ ആടുകളെ എടുത്ത് കുക്ക് ചെയ്യാൻ റെഡിയാവുന്നു. അപ്പോൾ പെട്ടെന്ന് ജോൺ അവിടെ ഒരു വലിയ കോടാലി ഇരിക്കുന്നത് കാണുന്നു. നോക്കുമ്പോൾ അത് അയാളേക്കാൾ വലുതാണ്. അതേസമയം മറ്റുള്ളവർ അതൊന്നും ശ്രദ്ധിക്കാതെ ഫുഡ് കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുന്നു. അതിനുശേഷം അവർ കഴിച്ചു കഴിഞ്ഞ് അവിടെയുള്ളതെല്ലാം കപ്പലിൽ കയറ്റാൻ കൊണ്ടുപോകുന്നു. പക്ഷെ പെട്ടെന്ന് അവിടെ വലിയൊരു നിഴൽ വരുന്നു. നോക്കുമ്പോൾ ഒറ്റ കണ്ണുള്ള വലിയൊരു മനുഷ്യൻ അവിടേക്ക് വരുന്നു. അത് കണ്ട് എല്ലാവരും ഷോക്കാവുന്നു. പക്ഷെ ആ മനുഷ്യൻ വലിയൊരു പാറ വെച്ച് ഗുഹയുടെ വാതിലടയ്ക്കുന്നു. അതേസമയം അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ലെന്ന് മനസ്സിലാക്കിയ ജോൺ ഞങ്ങൾ നിന്റെ അടിമകൾ എന്ന് പറയുന്നു. പക്ഷെ ആ മനുഷ്യന് അടിമകളെ ആവശ്യമില്ലായിരുന്നു. അടുത്ത നിമിഷം തന്നെ അത് ഓരോരുത്തരെയായി കഴിക്കാൻ തുടങ്ങുന്നു.